നമുക്ക് മനസ്സുകൊണ്ട് ആ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഒന്നു പോകാം. 2 മഹാസൈന്യങ്ങൾ, ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ മുഖാമുഖം നിൽക്കുകയാണ്. എന്നാൽ അവിടെ ആദ്യത്തെ പോരാട്ടം അമ്പും വില്ലും കൊണ്ടായിരുന്നില്ല. അതൊരു ശബ്ദയുദ്ധമായിരുന്നു, ഒരു സൈക്കോളജിക്കൽ വാർഫെയർ. അപ്പോൾ ആദ്യത്തെ ശബ്ദം വരുന്നത് കൗരവരുടെ ഭാഗത്തു നിന്നാണ്. തങ്ങളുടെ അംഗബലത്തിലും ശക്തിയിലുമുള്ള അഹങ്കാരം മുഴുവൻ പ്രകടിപ്പിക്കാൻ എതിരാളികളുടെ നെഞ്ചിൽ ഭയം കോരിയിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അത്. കൗരവരുടെ കയ്യിലുണ്ടായിരുന്ന വാദ്യോപകരണങ്ങളെല്ലാം ഒരേ സമയം മുഴങ്ങി. ഭഗവത്ഗീതയിൽ പറയുന്ന വാക്കാണ് സഹസ ഏവ അഭ്യഹന്യന്ത. അതായത് പെട്ടെന്ന് ഒരാലോചനയുമില്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് മുഴക്കുകയായിരുന്നു. അതൊരു ഭീകരമായ ശബ്ദമുണ്ടാക്കി, ഒരു പ്രകടനം പോലെ, ഒരു ഷോ ഓഫ്. കൗരവരുടെ ഈ ശബ്ദത്തെ വർണ്ണിക്കാൻ വ്യാസൻ ഉപയോഗിക്കുന്ന ഒരു സംസ്കൃത വാക്കുണ്ട്, തുമുലഹ. ഇതിൻ്റെ ഒരു സാധാരണ പരിഭാഷ ഉച്ചത്തിലുള്ളത് എന്നൊക്കെയാവാം. പക്ഷെ ആ വാക്കിന് അതിലും വലിയൊരർത്ഥമുണ്ട്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു കോലാഹലം, ഒരു ദിശാബോധമില്ലാത്ത ബഹളം എന്നൊക്കെയാണ്. കാഴ്ചയിൽ ഭയങ്കര ഗംഭീരമായിരുന്നെങ്കിലും ഉള്ളിൽ ശൂന്യമായിരുന്നു. കൗരവരുടെ ഈ കോലാഹലത്തിന് പാണ്ഡവർ നൽകിയ മറുപടി അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് വെറുമൊരു പ്രതികരണമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. പാണ്ഡവരുടെ മറുപടിക്ക് ഒരു ചിട്ടയുണ്ടായിരുന്നു. പൃഥക് പൃഥക്. ഓരോ ശംഖുകളും വെവ്വേറെയാണ് മുഴങ്ങിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യം ഭഗവാൻ കൃഷ്ണന്റെ പാഞ്ചജന്യം, പിന്നാലെ അർജുനന്റെ ദേവദത്തം, പിന്നെ ഭീമന്റെ ആ ഭയാനകമായ പൗണ്ഡ്രം, യുധിഷ്ഠിരന്റെ അനന്തവിജയം. അങ്ങനെ ഓരോ യോദ്ധാക്കളും, ഓരോ ശബ്ദവും മറ്റൊന്നിനോട് ചേരുമ്പോൾ ആ നാദം പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നത്. ഇവിടെ ഓരോ ശബ്ദത്തിനും അതിൻ്റെതായൊരു വ്യക്തിത്വമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് ആ നിർണായകമായ മാറ്റം സംഭവിക്കുന്നത്. ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഓരോ വ്യക്തിയുടെയും ആ സത്യസന്ധമായ ശബ്ദങ്ങൾ, അതെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ തടുക്കാനാവാത്ത ഗർജനമായി മാറി. സഘോഷ. ആ ശബ്ദം അത് വെറുമൊരു ഒച്ചയല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായിരുന്നു അത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൗരവരുടെ ശബ്ദത്തെ വർണ്ണിക്കാൻ ഉപയോഗിച്ച അതേ തുമുലഹ എന്ന വാക്ക് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ അർത്ഥവും ഭാവവും അത് മുഴുവനായി മാറി. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ ശബ്ദത്തിന് ഇത്രയേറെ ആഘാതം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ഈ താരതമ്യമൊന്ന് ശ്രദ്ധിക്കൂ. ഇടതുവശത്ത് കൗരവരുടെ ശബ്ദം, വലതുവശത്ത് പാണ്ഡവരുടെ. കൗരവരുടെ ശബ്ദം ആ യുദ്ധഭൂമിയിൽ ഒതുങ്ങിപ്പോയി. എന്നാൽ പാണ്ഡവരുടെ ശബ്ദമോ, അത് ആകാശവും ഭൂമിയും ഒരുപോലെ നിറച്ചു. പക്ഷേ ഏറ്റവും നിർണായകമായ വ്യത്യാസം ആ അവസാനത്തെ വരിയിലാണ്. കൗരവരുടെ ശബ്ദത്തിന് എന്ത് ഫലമുണ്ടായി എന്ന് ഗീതയിൽ പറയുന്നേയില്ല. എന്നാൽ പാണ്ഡവരുടെ ശബ്ദം അത് ഹൃദയങ്ങളെ പിളർന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ ശ്രദ്ധിക്കണം, വളരെ ശക്തമായ ഒന്നാണ്. വ്യധാരയത്. ഒരു പർവ്വതത്തെ പിളർക്കുന്നതിനെപ്പറ്റി പറയാൻ ഉപയോഗിക്കുന്ന അതേ ധാതുവിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. അതായത് അവരുടെ ഹൃദയങ്ങൾ വെറുതെ പേടിച്ചതല്ല, അക്ഷരാർത്ഥത്തിൽ പിളർന്നുപോയി. ആ ശബ്ദം അവരുടെ പടച്ചട്ടയും അഹങ്കാരവും എല്ലാം ഭേദിച്ച് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തൊരിടത്ത് ചെന്ന് തറച്ചു. അവരുടെ അസ്തിത്വത്തിന്റെ കേന്ദ്രമായ ഹൃദയാനിയിൽ, ഹൃദയങ്ങളിൽ തന്നെ. അപ്പോൾ എന്താണ് ഈ ഹൃദയങ്ങളെ പിളർന്നു എന്നതിൻ്റെ യഥാർത്ഥ തത്വശാസ്ത്രപരമായ അർത്ഥം? ഒരുപക്ഷെ ഇതായിരിക്കാം. സത്യം അതിൻ്റെ മുഴുവൻ ശക്തിയോടെ നമ്മളിലേക്ക് എത്തുമ്പോൾ നുണകൾക്ക് മുകളിൽ നമ്മൾ പടുത്തുയർത്തിയതെല്ലാം അത് തകർത്തു കളയും. ആ ശബ്ദത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യാസൻ കാണിച്ചു തരുന്നത് അതിൻ്റെ ആ പ്രപഞ്ചപരമായ വ്യാപ്തിയിലൂടെയാണ്. അത് മനുഷ്യലോകം കടന്ന് ആകാശത്തെയും നഭ, ഭൂമിയെയും പൃഥിവിയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെ ഒരു ശബ്ദം എന്ത് പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക? ആ ഒരൊറ്റ ശബ്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. നോക്കൂ, ഒരേ ശബ്ദം 2 കൂട്ടരിലും ഉണ്ടാക്കിയ ഫലം എത്രയോ വ്യത്യസ്തമാണ്. കൗരവരുടെ ഹൃദയത്തിൽ അത് തങ്ങളുടെ പതനത്തെക്കുറിച്ചുള്ള ഭയം നിറച്ചു. എന്നാൽ മറുവശത്ത് അർജുനനിൽ അത് ഉണർത്തിയത് സ്വന്തം ബന്ധുക്കളുള്ള സഹാനുഭൂതിയാണ്. ഈ ഒരൊക്കെ ശബ്ദത്തിൻ്റെ പ്രകമ്പനമാണ് പിന്നീട് അർജുനന്റെ വിഷാദത്തിനും ഭഗവത്ഗീത എന്ന ലോകോത്തരമായ ഉപദേശത്തിനും വഴിയൊരുക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് സത്യം ഒരു കണ്ണാടി പോലെയാണെന്ന്. കൗരവർ ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് തങ്ങളുടെ നാശമാണ്. എന്നാൽ അർജുനൻ കണ്ടതോ തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത അനുകമ്പയും. നമ്മൾ എന്താണോ അത് തന്നെയായിരിക്കും സത്യം നമ്മളെ കാണിച്ചു തരിക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവത്തെ നമ്മൾ ഇന്നത്തെ ഈ നിമിഷവുമായി ബന്ധിപ്പിക്കുകയാണ്. കാരണം ഈ ശ്ലോകത്തിൻ്റെ ശക്തി വെറും ചരിത്രമല്ല, അത് ഇന്നും ജീവിക്കുന്നു. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം, അത് നമ്മൾ ഓരോരുത്തരോടുമാണ്. ആ സത്യത്തിൻ്റെ ശബ്ദം അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്.
നഭശ്ച പൃഥിവിം ചൈവ തുമുലോ വ്യനുനാദയൻ. ആകാശത്തെയും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിച്ച ആ ഘോര ശബ്ദം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു. ഒരുപക്ഷെ ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. ശ്രദ്ധിച്ചാൽ കേൾക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.